വലിയ ബസ് നിറച്ച സെലിബ്രിറ്റീസ് ആണ്. ഹലോ, അയ്യോ ഒന്നുമില്ല, പ്രായം കാണിച്ചുവിടണോ? ഇങ്ങനെ കൈയൊക്കെ നോക്കിയിട്ട് ഒരു സീക്രട്ട് പറയൂ, ആരും അറിയാണ്ട്. രഹസ്യം. ഇഷ്ടപ്പെട്ട ആള് വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കൈ നോക്കുവോ? എന്നാ ഒന്ന് കൈ നോക്കി പറയൂ. അയ്യോ, ദേ ക്യാമറയിൽ എല്ലാവരും ഈ സീക്രട്ട് അറിയുന്നുണ്ട്. പുറത്ത് പറയാൻ പറ്റുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അമ്മേ. എല്ലാരും കേട്ടോണ്ടിരിക്കുക. അമ്മയുടെ പേരെന്താ? വെയിലത്ത് പോണ്ട. വെയിലത്ത് പോയ അമ്മയ്ക്ക് ടാൻ അടിക്കും. നാളെ എന്തായിരിക്കും? കൈ നോക്കി പറയാൻ പറ്റുമോ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ കൃഷ്ണന്റെ ഒരു നാളാ, അഷ്ടമി രോഹിണി. നല്ല നാളാ. കണി കാണാനും കൈനീട്ടം കൊടുക്കാനും ഉത്തമപ്പെട്ട മോളാ. കളങ്കയില്ല. കണ്ടാ? ബുദ്ധിയുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ എന്നെ ബുദ്ധിയുണ്ട്, വേണ്ട കാര്യത്തിനില്ല. ഓ മൈ ഗോഡ്. ഒന്നാം തീയതി കൈനീട്ടം കൊടുക്കരുത്. ഒന്നാം തീയതി കൊടുക്കരുത്. കൊടുക്കുന്നവർക്ക് നല്ലതാ. ഒരു ടൈമില് രണ്ട് സ്വഭാവ. സ്നേഹത്തെ നക്കി കൊല്ലും, പെണങ്ങ മുത്തി കൊല്ലും. കണ്ട കാര്യം വിളിച്ചു പറയും. ബെട്ടൊന്ന് തുണ്ടൻ രണ്ട്. കാണുന്നവര് കണ്ടാടി, അല്ലാത്തവര് കാണണ്ടേ. കയ്യില് കാശ് കിട്ടിയാല് കടം കൊടുക്കരുത്. കടം കൊടുത്താൽ കിട്ടൂല. എന്നെ എല്ലാരും പറ്റിക്കും. രഹസ്യം പരസ്യമാക്കും. ഒളിച്ചു വെച്ചാൽ വിളിച്ചു പറയും. യാത്രക്ക് ഇമ്പിട്ട് കിട്ടിയ മനസ്സിൽ ഇപ്പൊ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, നടക്കോ ഇല്ലേ എന്നുള്ള രണ്ട് സംശയത്തിലാ. രണ്ട് സംശയം വേണ്ട. ഒരു മനസ്സോടുകൂടി ഞാൻ ഈ വരുന്ന മാസം 25-ാം തീയതി ഉള്ളിൽ വെച്ച് നമ്മള് ഉദ്ദേശിച്ച കാര്യം സാധിക്കും. ദോഷയില്ല ഗൈസ്. അങ്ങനെ അത് സംഭവിക്കാൻ പോവാണ് ഗൈസ്. ആർക്കും അറിയാത്തൊരു രഹസ്യം പറഞ്ഞു തരാമോ? ഇങ്ങനെ കൈയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൈയൊക്കെ നോക്കിയിട്ട് ഒരു സീക്രട്ട് പറയൂ, ആരും അറിയാണ്ട്. രഹസ്യം. ഇഷ്ടപ്പെട്ട ആള്. ഇഷ്ടപ്പെട്ട ആള്? ദൈവമേ, അച്ഛനും അമ്മയും ഇത് കാണല്ലേ. ശ്യാമേ, അപ്പൊ ശരി ഇട്ട. അമ്മയുടെ പേരെന്താ? തങ്കമണി. തങ്കമണി. തങ്കമണി അമ്മയ്ക്ക് ദാ ശരി ഇട്ടെന്നാ. ഓക്കെ ഗൈസ്, നിങ്ങൾ കേൾക്കാൻ പാടില്ലാത്തതും ഞാൻ ഒട്ടും കേൾക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല നഗ്നമായ സത്യങ്ങൾ ആ അമ്മൂമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇവരും കേട്ടാവോ? ഹലോ, അപ്പൊ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ മറൈൻ ഡ്രൈവിലാണ്. എന്നെയാണോ മോളേന്ന് വിളിച്ചത്? സോറി, മോള് തെറ്റിപ്പോയി. ഞാനും വിളികേട്ടു, ഒറിജിനൽ മോളും വിളികേട്ടു. പറഞ്ഞു വന്നത്, ആക്ച്വലി ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ആക്ച്വലി നമ്മളൊരു യാത്ര പോവാണ് കുറേ സെലിബ്രിറ്റീസിന്റെ കൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലി സെലിബ്രിറ്റി മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഒറിജിനൽ സെലിബ്രിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് നിറയെ സെലിബ്രിറ്റീസ് വരാൻ പോവാ. ആൻഡ് മെറൈൻ ഡ്രൈവിൽ ഞങ്ങളിതാ ഒരു ഉല്ലാസ യാത്ര പോവാണ്, ഒരു ലക്ഷറിയസ് ബോട്ടിൽ. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എണ്ണി കാത്തിരിക്കുമ്പോൾ അവരെപ്പോൾ വരും നമുക്ക് നോക്കാം. ഹലോ ഹലോ, അവരുടെ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് അത് അവരുടെ വണ്ടിയാണ്. ഒരു വലിയ ബസ് നിറച്ച സെലിബ്രിറ്റീസ് ആണ്. അവരാരൊക്കെയാന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് അവരെ പരിചയം ഉണ്ടായിരിക്കും. കാരണം അത്രയും എന്താ പറയാ, ടാലന്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസാ. അതെ, കറക്റ്റ്. കാരണം ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഫോട്ടോ ഉണ്ട്. സെലിബ്രിറ്റീസ് ആരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്താ പറയാ, അവരുടെ അടുത്തേക്ക് ശരിക്കും നമ്മൾ അങ്ങടാണ് ചെല്ലേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി എത്തിയിട്ടുണ്ട്. ഹായ്, അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അവര് റെഡിയാണോ? എല്ലാരും റെഡിയാണ്. എന്നാ സെലിബ്രിറ്റീസിനെ കയറി കണ്ടോട്ടെ. നമസ്കാരം. ഹലോ, എന്താ വിശേഷം? സുഖാണോ? ഹലോ, സന്തോഷായോ? ഷിപ്പിൽ പോവാ നമുക്ക്. റെഡിയാണോ? ഹലോ,
ഓർമ്മയുണ്ട്? ഹായ് പറയൂ എല്ലാവർക്കും. അവിടെ അപ്പൊ ഇവിടെ സമയം കളയണ്ട, നമുക്ക് 3 മണിക്കൂർ സമയമാണ് ഉള്ളത് കേട്ടോ. ഇനി ഇവർ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഇവരെയും കൊണ്ട് ബോട്ടിൽ പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പോയാലോ? എണീറ്റോളൂ പോവാ, പതുക്കെ. എന്നെ അറിയോ? ശരിക്കും അറിയോ? എന്നാ എന്റെ പേര് ലക്ഷ്മി ചേച്ചി എന്നാണ് പേര്. കുട്ടിയുടെ പേരെന്താ? സ്റ്റാർ മാജിക് കാണുവോ? എങ്ങടാ പോണേ എല്ലാരും? കപ്പലിൽ പോവാ. മീൻ പിടിക്കാൻ അറിയോ? ഹലോ, പോവാം, നമുക്ക് കപ്പലിൽ പോവാം. ശരി, അവര് സന്തോഷം വന്നിട്ട് വയ്യ. സന്തോഷായില്ലേ? അയ്യോ, നമുക്ക് 2 പേർക്കും ഇതുണ്ടല്ലോ അല്ലേ? പോവാം നമുക്ക്. അപ്പം എന്താ പറയാ, നല്ല വെയിലുള്ള സമയ. അവരെ അധികം നേരം നമ്മളിവിടെ നിർത്തി ടയേർഡ് ആക്കണില്ല. നേരെ നമുക്ക് കേറാട്ടോ ഉള്ളിലേക്ക്. പോയാലോ? ഓക്കെ. ഇവരുടെ പാരന്റ്സും ഉണ്ട്. ഇവരെവിടുന്ന എന്താന്നൊക്കെ ഞാൻ പറയാം. സെലിബ്രിറ്റീസ് ആണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഉള്ളിൽ പോയിട്ട് പറയാം. ഓടരുത്. മൻസൂർക്ക ബാ. ഇതാണ് മൻസൂർക്ക. എന്റെ കുട്ടിക്കാലം മുതലേ, ഞാൻ ഷെമ്മീസ് ഇട്ട് നടന്ന കാലം മുതല് എന്നെ പൊന്നു പോലെ നോക്കിയിരുന്ന ആളാണ് കേട്ടോ. ഏഷ്യനെറ്റില് എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടല്ലോ. എന്നാ ഞാനും കൂളിംഗ് ഗ്ലാസ് വെക്കട്ടെ. എനിക്ക് അസൂയ ഒന്നും. അച്ഛനാണോ? സാറാണോ? ശരി, കേറാ. പതുക്കെ കേറാട്ടോ. നമ്മളിനി ഒരു ഉല്ലാസ യാത്രക്ക് പോവാണ്. ആദ്യം അവരെല്ലാരും ഹാപ്പി അല്ലേ എന്താന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. ചേട്ടാ, ഞാൻ ഓടിക്കണോ? ഞാൻ ഭയങ്കര എക്സ്പെർട്ടാ. ഞാൻ കൂടുതൽ ഫ്ലൈറ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ഏറെ കയറാറാണ് പതിവ്. അപ്പൊ പ്ലെയിൻ ആണ് എന്റെ ഒരു ലെവൽ എന്ന് പറയണത്. വേണമെങ്കിൽ ഞാൻ ഇത് ഓടിക്കും. ഹലോ കുട്ടീസ്, ചാച്ച പോവാൻ വേണ്ടിട്ട് പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഓടിക്കുന്ന ചേട്ടൻ റെഡിയാണോ? ചോദിക്കൂ, ഡ്രൈവറിന്റെ അടുത്ത് ചോദിക്കൂ. ഓടിക്കാൻ അറിയോ? ചേട്ടാ അറിയോ? പുള്ളി അവിടെ ഇരുന്നിട്ട് ആകെ ഈഗോ അടിച്ചിരിക്കുക. അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. പോട്ടെ റൈറ്റ്, അങ്ങനെ പറയോ? പോട്ടെ റൈറ്റ്. അയ്യോ, ഒരു മിനിറ്റ്. 2 പേരെ കേറ്റാൻ മറന്നുപോയി. 2 പേരെ കൂടെ വിളിക്കാനുണ്ട്. വിളിക്കട്ടെ? ദേ വിളിക്കാൻ പോവാണ്. ശരിക്കും ആരാത്? ഇപ്പൊ കാണിച്ചു തരാം. അതായത് ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഞാനല്ല ഗസ്റ്റ്, ശരിക്കും ഗസ്റ്റ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു മക്കളാ. ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ ഈ യാത്രയിൽ ജോയിൻ ചെയ്യാൻ പോണേ നമ്മുടെ സ്വന്തം സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടർ ആയിട്ടുള്ള അനൂപ് ജോണും ഒപ്പം നമ്മുടെ ടീമേ വിനീഷ് മാസ്റ്റർ. ചേട്ടാ, വണ്ടി വിടല്ലേ, 2 പേര് ചാടി കയറാനുണ്ട്. ചേട്ടാ, സ്റ്റോപ്പ്. സൈലൻസ് അല്ല, ബ്രേക്ക്. വെൽക്കം. എവിടെയോ കണ്ടുവരിച്ചുണ്ടല്ലോ 2 പേരും. വെൽക്കം ഹോം. നമ്മുടെ ഷോ ഡയറക്ടർ അനൂപേട്ടൻ എത്തിയിട്ടുണ്ട്. ടീമേ ആരുടെ? അപ്പൊ ഇവര് 2 പേരും യെസ്. അപ്പോ ഇന്ന് നമ്മൾ കുറെ സെലിബ്രിറ്റീസിനെ കാണാൻ പോവാണ്. ഇതാരാ വന്നിരിക്കണേ?
നമ്മുടെ ഈ ഒരു ബോട്ടല്ല ഇത്, വെസൽ എന്നാ പറയാ, പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. എന്നാ പോയാലോ? സുഖാണോ എല്ലാവർക്കും? നടിച്ചുകൊണ്ടിരിക്കണ്ടോ? അപ്പൊ ഇപ്പൊ തുടങ്ങാം. അങ്ങനെ അറബിക്കടലിലൂടെ ഒരു യാത്ര എന്നുള്ള കോൺസെപ്റ്റില് ഇവരെല്ലാരും തൃശ്ശൂർന്ന് വന്നിട്ടുള്ളതാ. ഒരുപാട് മുഖങ്ങൾ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആട്ടോ. കാരണം എപ്പോഴും തൃശ്ശൂരിലെ പൂമ്പാറ്റ എന്നുള്ള കൂട്ടായ്മ ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്താറുണ്ട്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുറെ മിടുക്കന്മാരും മിടുക്കി കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. ടീം ബട്ടർഫ്ലൈസ് എന്ന് പറയും ഇവര്. ടീം ബട്ടർഫ്ലൈസ് ആരാണ്? ശരിക്കും ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോ എനിക്ക് മാത്രം കോംപ്ലക്സ് വരുള്ളൂ. കാരണം എനിക്ക് ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ എന്റെ പേരൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോ ഇന്നും സത്യം പറഞ്ഞ ഈ മക്കൾക്കും എല്ലാ സന്തോഷങ്ങളും ജീവിതത്തിൽ വേണ്ടേ. ഈ ഒരു കൂട്ടായ്മയിൽ ശരിക്കും പെന്മാർ ആണെങ്കിലും ഓട്ടിസം ആണെങ്കിലും സെറിബ്രൽ പൾസി ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ കൂടുതലായിട്ടും എന്താ പറയാ, സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ജെംസ് എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ദൈവത്തിന്റെ മാലാഖ കുട്ടികൾ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. സോ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ എനർജി വൈസ് ആണെങ്കിലും മൈക്യൂ വൈസ് ആണെങ്കിലും ഇവരുടെ ഒരു പവർ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ ഇവരുടെ കൂടെ നമ്മളൊരു യാത്രയായിട്ട് അടിച്ചു പൊളിച്ച് പോവാട്ടോ. അപ്പോ നമ്മുടെ അനുവേട്ടനും അതുപോലെ തന്നെ ടീമും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. അപ്പൊ ടീമേ എന്നുള്ള പാട്ടൊക്കെ എന്തായാലും കേൾക്കാൻ പറ്റും വഴിയെ. അതിനു മുമ്പ് ഇവരുടെയും കുറെ പെർഫോമൻസസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കേട്ടിട്ടുണ്ടോ ടീമേ? എന്താ കേട്ടിട്ടുള്ളേ? അയ്യോ, ടീമിന് കുളിര് വന്നിട്ടിരിക്ക. അപ്പോ ടീമിലേക്ക് പോണതിന് മുമ്പായിട്ട് ഓൾ ഇൻ ഓൾ ഞാൻ പെപ്പിൻ ചേട്ടനെ ഒന്ന് വെൽക്കം ചെയ്യാണ് കേട്ടോ. യെസ്, ഈ പെപ്പിൻ ചേട്ടനാണ് ഞാൻ എപ്പോഴും സ്റ്റാർ. അനുപേട്ട കേട്ടോളൂ കേട്ടോ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അന്ന് ലൈസൻസ് കിട്ടില്ലല്ലോ. എനിക്ക് കൃത്യം 18 വയസ്സായപ്പോ 17ാം വയസ്സ് മുതൽ എന്നെ ഡാൻസ് പഠിപ്പിച്ചതല്ല, എന്നെ 2 വീലറും ഡ്രൈവിങ്ങും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള എന്റെ മാഷാണ് ഈ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന്റെ കയ്യിൽ ഡാൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ ക്ലച്ച് എവിടെ, ഗിയർ എവിടെ, ബ്രേക്ക് എവിടെ, അത് പഠിപ്പിക്കും. പിന്നെ ആക്സിലേറ്റർ ഉണ്ടല്ലേ. ഓ സോറി, ഞാൻ മറന്നുപോയി മാഷെ, ഞാൻ നാണം കെടുത്തോ? അത് പറയണോ? ബൈക്ക് എടുക്കട്ടെ. ഞാൻ ഡ്രൈവിംഗ് ശരിക്കും പഠിച്ചത് ഒരു ഇന്റർനാഷണൽ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാ. അതും എന്റെ ലാസ്റ്റ് ഡേ ഓഫ് ക്ലാസ്സിൽ. തൃശ്ശൂർ റൗണ്ട് മൊത്തം 3.5 കിലോമീറ്റർ ബ്ലോക്ക്. അത്രേ ഉള്ളൂ. ആ ബ്ലോക്കിനെ പറ്റി കുട്ടികളെ പറഞ്ഞുള്ള ഇംപ്രഷൻ ഞാനിങ്ങനെ സൂചിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മളെ ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോ കാറിലിരുന്ന ആളുകള് ജോസ് തിയേറ്ററിന്റെ ഫ്രണ്ടില്. അതെന്റെ ലാസ്റ്റ് ഡേ കേട്ടോ. എല്ലാം പഠിച്ച് മാഷ് പറഞ്ഞു നാളെ മുതൽ ഒറ്റയ്ക്ക് കാർ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളിയാക്കിയപ്പോ തൃശ്ശൂരുകാര് അവരുടെ വണ്ടിയിൽ ഇരുന്ന് നമ്മളെ സൈലന്റ് ആയിട്ട് തരി പറഞ്ഞു. തൃശ്ശൂരുകാര് കൊടുങ്ങല്ലൂര് പോയി വന്ന് പഠിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ സ്റ്റിൽ ഞാനിപ്പോഴും പറയും ഞാനൊരു സൂപ്പർ ലേഡി ഡ്രൈവറാണ്. അതിന്റെ പിന്നിലെ പെപ്പൻ ചേട്ടനാണ്. ചെണ്ട കൊട്ടും, ഡാൻസ്, അതിലുപരി ഇത്രയും കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുടെ എവിടെ ഫാഷൻ ഷോ ഉണ്ടെങ്കിലും അവിടേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇവര് അറ്റംപ്റ്റ് ചെയ്ത് നമുക്ക് അതിന്റെ അല്ലേ വൈഭവ്. അപ്പം ഒരുപാട് ബഞ്ച് ഓഫ് ടാലൻസ് ആണ് എന്നുള്ളത്. സോ പെപ്പൻ ചേട്ടാ, അങ്ങനെ പൂമ്പാറ്റയുടെ ഈ കൂട്ടായ്മയുടെ യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുക. യെസ്. അപ്പൊ ഈ കൂട്ടായ്മയിൽ ശരിക്കും പറഞ്ഞാൽ പരിപാടി കളറാക്കാനായിട്ട് ഇവരുടെ ഒരു ക്ഷണം കിട്ടിയപ്പോ തന്നെ പെപ്പൻ ചേട്ടനും തൃശ്ശൂക്കാരനാണ്, ഞാനും തൃശ്ശൂക്കാരിയാണ്, നമ്മുടെ ഷോ ഡയറക്ടറും തൃശ്ശൂക്കാരനാണ്. അനുപേട്ടന്റെ പ്രസൻസും ഉണ്ട്. അനുപേട്ടനെയും കൂടെ ഒന്ന് വിളിക്കുകയാണ് പ്ലീസ്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇത്ര സമയം വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. നമ്മുടെ ഷോസൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്. ലക്ഷ്മി പറഞ്ഞു മിക്കവരും ആൾക്കാർ കാണുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് വരാതിരുന്ന മോശമല്ലേ. അത് മാത്രല്ല, ഈ ടീം പൂമ്പാറ്റ 12 വർഷം മുമ്പാട് തുടങ്ങിയപ്പോ ഫസ്റ്റ് പ്രോഗ്രാം ബലൂൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് ചെയ്തത്. അത് ലക്ഷ്മിയാണ് ചെയ്ത്. ആണല്ലേ? 12 വർഷം മുമ്പാട്. അന്നൊട്ടെ നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്മീനെ അറിയാം. ഞങ്ങളുടെ ഇപ്പോഴും അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിക്കല്ലേ കുട്ടികളെ പേടിക്കുന്നത്. അപ്പൊ എന്തായാലും അനുപെട്ട ടീമിനെയും കൂടെ വിളിക്കാം അല്ലേ? നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ ടീമേ.
ഇവ നല്ല കൈയടി കേട്ടോ. ടീമേ, ഉദ്ഘാടനം പോലെ ഇല്ല, ഇവിടെ നല്ല കൈയടി ഉണ്ട്. ഇഷ്ടാണ് ടീമിനെ? ആ, ടീമിന്റെ ഏത് പാട്ടാ ഇഷ്ടം? ടീം ചേട്ടൻ ആ പാട്ട് പാടിത്തരൂ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ടീമിന് എന്താ പറയാനുള്ളേ? വളരെ സന്തോഷം. ഇന്ന് വന്നേക്കണത് പൂമ്പാറ്റ ഫാമിലിയാണ്. അപ്പൊ ഞങ്ങൾ സ്റ്റാർ മാജിക് ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പൊ 2 ഫാമിലിയും കൂടി ഇന്ന് പൂമ്പാറ്റ ടീമിനോടൊപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടി പോണേന്ന് അല്ലേ? കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കടിച്ചോ, കണ്ണമാർക്കടലിൽ കണ്ണാമ്പ് വന്നു, കണ്ടക്കടലിലെ കടവ് കണ്ടോ, കടയിലെ കട്ടം കുടിച്ചോ. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കടിച്ചോ, കണ്ണമാർക്കടലിൽ കണ്ണാമ്പ് വന്നു, കണ്ടക്കടലിലെ കടവ് കണ്ടോ, കടയിലെ കട്ടം കുടിച്ചോ. ഡോൾഫിന്റെ ചെറിയൊരു വാലിന്റെ ഭാഗം നമ്മൾ കണ്ടു അല്ലേ? ചെറിയൊരു വാലിന്റെ ഭാഗം കണ്ടു. എന്തൊരു രസമായിരുന്നു എല്ലാവരുടെ ഡാൻസും. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എല്ലാരും? ഇല്ല, ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ശരിക്കും? എന്ത് രസമായിട്ടാ കളിച്ച്. 1+1 = 2 എന്ന് പറയുന്ന പോലെ ഒരാളെ ഫ്രീ ആയിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു. സന്തൂർ ഫാദർ പ്ലീസ് കം ഓൺ. അച്ഛന്റെ കഴിവാണോ കുട്ടിക്ക് കിട്ടിയത്? കുട്ടിയുടെ ആണല്ലേ? കുട്ടിയുടെ കഴിവല്ല അച്ഛനെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ബ്ലസ്ഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്. ഇന്നിവിടെ മൊത്തം 60ഓളം ഫാമിലി ഉണ്ട്. അവരുടെ മക്കൾ ഇവിടെ ഉണ്ട്. ശരിക്കും ഇവരുടെയൊക്കെ ഒരു ടാലന്റ് കണ്ടോ? and അത് മാത്രമല്ല അച്ഛനമ്മമാർക്കാണെങ്കിലും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന മൊമെന്റ്. അച്ഛനൊക്കെയാണ് നേതൃത്വം വെച്ചിരുന്നത്. അതാണ്. അപ്പോ ഇവിടുത്തെ സെലിബ്രേഷൻ ഞങ്ങൾ തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവരുടെ സന്തോഷം കാണുമ്പോഴാണ് അച്ഛനമ്മമാർക്ക് ഇരട്ടി സന്തോഷം അല്ലേ? എന്നെ പോലെ തന്നെ കാക്കാപ്പുള്ളിയുള്ള ഒരു അമ്മയുടെ അടുത്തേക്ക് പോവാട്ടോ. ആൻജിയോന്റെ അമ്മ, അതായത് ആൻജിയോ അവൻ അല്ലേ? അവനെ ഞാൻ ചെറുപ്പം മുതൽ കണ്ടോണ്ടിരിക്കണത് അറിയായിരിക്കുമല്ലോ. ഈ മുടി ഇങ്ങനെ ഹെയർ സ്റ്റൈലിന്റെ പേരെന്താ? പേര് എന്താ? എന്താ പപ്പ? പേരൊന്ന് പറയട്ടോ പപ്പ. പേര് പപ്പ. പപ്പ, പപ്പയുടെ പേരാണ് പറഞ്ഞത്. പപ്പ, ശരി. അതിന് ഇപ്പൊ പൊടിമീശയൊക്കെ വന്നു തുടങ്ങി. സോ മച്ച് ഹാപ്പി. ആരുടെ അമ്മയാ? അഖിലിന്റെ അമ്മ. അഖിൽ, അഖിൽ കൈപ്പത്തിക്കൂ. ഹായ്. എന്താ പറയാനുള്ള ലൈക്ക് ഇങ്ങനൊരു സെലിബ്രേഷനും എല്ലാരും കൂടെ ഗ്യാദർ ചെയ്തിട്ട്? സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു ഒത്തുകൂടാൻ ഒരു വേദി തന്നു. അത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മോൻ്റെ പേര് അതുൽ എന്നാണ്. അതുൽ.
ഒരാൾ വന്ന് പാടിത്തരും. കസാര കളിക്കാം നമുക്ക്. കസാര കളിക്കാൻ ഇഷ്ടാണോ? കുട്ടി കളിക്കാൻ പോകണോ? ഗെയിം ഹലോ ഹലോ പറയൂ. ഹലോ ആ വരൂ, ഞങ്ങള് ഗെയിം കളിക്കാൻ പോവാണേ. ശരി, ഇനി ആരാ വരിക ഗെയിം കളിക്കാൻ? ആ മോള് വരുന്നുണ്ടോ? ആ 1 ഓക്കെ 1 2 3 4 ടീമേ കസാര കളിക്കാൻ വരൂ. പ്രായക്കാർ തമ്മിൽ കളിക്കണം. വരൂ. ദിനേശ് ബാസ്റ്റിനെ വിളിക്കൂ. ദിനേശ് ബാസ്റ്റിൻ കൈയടിക്കൂ എല്ലാരും. അയ്യോ എന്താ ചെയ്യാ? മിണ്ടൂല്ല പറയൂ. മിണ്ടൂല്ലടോ. ഒന്നൂടെ മിണ്ടൂല്ല. അയ്യേ തോറ്റുപോയില്ലേ? ഒന്നുമില്ല, പ്രായം കാണിച്ചു വിടടോ. കുട്ടികളുടെ കേറിയിരിക്കുക. പകരം ഞാൻ നോക്കട്ടെ. നല്ല അന്തസ്. പ്രാവശ്യം കളിക്കടാ. കണ്ട ടീം വിട്ടുകൊടുക്കില്ല. എന്നാ ഒന്നും കൂടെ റെഡി. അയ്യോ അയ്യോ ഞങ്ങള് തോറ്റുപോയി. ആ ഇനി വീണ്ടും ഞങ്ങള് വീണ്ടും കളിക്കൂട്ടാ. റെഡി ഓക്കെ. ആ ഇനിയും അയ്യോ ടീമേ അമ്മയിച്ച് ഒരു റൗണ്ടും കൂടെ പോവാ അല്ലേ? ലാസ്റ്റ് റൗണ്ട് കേട്ടോ. നോക്കേ ഓക്കെ. ആ ഈ കളിയിൽ ആരും തോൽക്കുന്നില്ല. കുട്ടികളുടെ മുന്നില് ഒന്ന് തോറ്റു കൊടുത്തത്. പ്രായം മനസ്സിലാക്കിക്കൂടെ? ഇടിക്കില്ല. തന്നെ എന്താ വേണ്ടേ? എണീക്ക്, കുട്ടി ഇരിക്കട്ടെ. കളിയാകുമ്പോ തോക്കാൻ പാടില്ല. പിടിക്ക് പിടിക്ക്. എണീപ്പിക്ക് എണീപ്പിക്ക് എണീപ്പിക്ക്. ഞാൻ എണീക്കൂല. ഇല്ല ഇല്ല ഇല്ല, ഞാൻ തോറ്റിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും ഞങ്ങള് തോറ്റു. നിങ്ങൾ ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. ഇവരെല്ലാരും ജയിച്ചു കേട്ടോ. ഗുഡ്, സൂപ്പർ. ഇനി നമുക്ക് ഒരു പാട്ടിലേക്ക് പോയല്ലോ. ടീം പാടണ്ടേ? ടീമിന്റെ പാട്ട് ഇഷ്ടല്ലേ? എല്ലാരും പറയോ ടീമേ പാടൂ പറയോ? ഉറക്കെ പറയണം. ഇനിയും പറയണം. ടീമേ മസ്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ മസ്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ കൊച്ചിയിൽ ശരിക്കും ടീമിനെ പ്രായഭേദമന്യേ എല്ലാരും സ്നേഹിക്കുന്ന ടീമിന്റെ ഈ പാട്ടുകളെല്ലാം കൊണ്ട് ടീമെ സൂപ്പർ. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇതിൽ എത്ര പേർക്ക് അറിയാം? കൈ പൊന്തിക്കണ അറിയണോര്? ഇത്ര പേർക്ക് അറിയോ? ശരി, എന്നാ ഞാൻ ഇവിടെ ചോദിക്കട്ടെ. ഞാൻ ഇവിടെ ചോദിക്കട്ടെ. മാഷിനും അറിയില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല അല്ലേ? മാഷിനും അറിയില്ല അല്ലേ? ആർക്കൊക്കെ എന്നെ അറിയാം? കൈ പൊന്തിക്കൂ. ശരി, ഞാൻ എന്റെ എന്താ കലാപീഠത്തിലെ പുത്തൂന് മടിയിൽ വെച്ചിരിക്കുന്നത് യെസ്, പൂത്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സ്റ്റാർ മാജിക്കിൽ പലതും ഞാൻ തള്ളാറുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. അതായത് ക്ലിഞ്ഞോ ക്ലിഞ്ഞോ എന്നുള്ള പേരുകൾ കണ്ടിട്ട് പലരും എന്റെ വീട്ടിൽ വന്ന് പേരിട്ട് കുട്ടിക്ക് പോവാറുണ്ട്. പല പാരന്റ്സിനും നിർബന്ധമാണ് ലക്ഷ്മി നക്ഷത്ര പേരിടണം, ലക്ഷ്മി നക്ഷത്ര പേരിടണം എന്ന്. ഒരു കുട്ടി വെറുതെ എന്റെ പ്രൊഡക്റ്റ് ആണത്. എന്റെ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാനിങ്ങനെ ഒരു മിനിറ്റ്, ഇവളിങ്ങനെ കുഞ്ഞിതായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ എടുത്തിട്ട്
പൂത്തുമ്പി 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 എന്നെ പേരിട്ടല്ലേ? കണ്ടോ, ഞാൻ പേരിട്ട കുട്ടിയാ ഈ മാഷ്. വീഡിയോ ഉണ്ട് അമ്മയുടെ കയ്യില്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം. സ്റ്റാർ മാജിക്കിലെ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഏറെ കയറുമ്പോ കുറെ കമന്റ്സ് വരാറുണ്ടല്ലോ. ഞാൻ ഈ നുണയാൻ പറയണേന്ന്. ശരിക്കും ഞാൻ പേരിട്ട കുട്ടിയാ. നിങ്ങളുടെ മൂട് മറത്തുടങ്ങി. വേഗം പേരിടാല്ലേ, വേഗം പേരിടാല്ലേ. ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ നിർബന്ധം. അതായത് ഈ സ്റ്റേജ് തൊട്ടേ ഞാൻ പേരിടണമെന്ന് ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ നിർബന്ധമായിരുന്നു അല്ലേ? ആരെ പേരിട്ടെ? ഇപ്പൊ കുട്ടി പറയും അമ്മാന്ന് അല്ലെങ്കിൽ അച്ഛന്ന്. ആരെ പേരിട്ടെ? ഓ മൈ ഗോഡ്, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത പോലെ തന്നെ പറഞ്ഞു. ഇരുന്നോളൂ കേട്ടോ. ശരിക്കുള്ള പേരെന്തായിരുന്നു? പിലാന. പിലാന, അത് ഞാൻ തന്നെ ഇട്ടത്. പിലാനാണ്. മറന്നുപോയി. കുറെ പേർക്ക് പേരിടുന്നായിരുന്നേ. മറന്നുപോയി. പെപ്പിൻ, ലതിക, അങ്ങനെ പിലാന വന്നു. ഒരാളെ കോംപ്ലിമെന്റ് വന്നിരിക്കുക. കോംപ്ലിമെന്റ് എന്താ പറഞ്ഞ എന്റെ അടുത്ത്? പറഞ്ഞു പറയിപ്പിച്ചതല്ല. അയ്യോടാ, ഇഷ്ടമായി ഒന്നത്തെ പാട്ടും ഡാൻസ് അടിച്ചു പൊളിച്ചു. എന്താണ് ഫോട്ടോ? എന്തിനാ? പേഴ്സി വെക്കാനാ? തരാട്ടാ. വീട് എവിടെയാ? കേച്ചേരി, തൃശ്ശൂരാ. എന്റെ വീട് എവിടെയാന്നറിയോ? കൂർക്കഞ്ചേരി. അറിയോ കൂർക്കഞ്ചേരി? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. കൂർക്കഞ്ചേരിന്ന് ഇപ്പൊ എന്റെ കയ്യിലില്ല ഫോട്ടോ തരാനായിട്ട്. സെൽഫി നമ്മൾ ഒരുമിച്ച് എടുത്തില്ലേ? സെൽഫി എടുത്തില്ലേ? ഒരു കാര്യം ചെയ്യാം, ശ്യാമിന്റെ ഫോണും തന്നെ നമുക്ക് ഇതില് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ചിരിച്ചേ. ഓക്കെ, ഇത് തരാം. പിന്നെ കുഞ്ഞ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ വേറെ കൂർക്കഞ്ചേരിന്ന് കേച്ചേരിയിൽ വന്ന് തരാം. ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പിനി ഡിജെക്ക് വേണ്ടിട്ട് താഴേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും കൂടി ഇനി ഒന്നും കൂടെ ഡിജെ പെർഫോമൻസ്. അപ്പൊ എല്ലാവരും സൂക്ഷിച്ചൊന്ന് ഇറക്കിക്കോട്ടെ താഴേക്ക്. ഞാൻ പേരിട്ട അഭിമാന പുരസ്സരം ഞാൻ പറയുന്നു നമ്മുടെ പുത്തൂന്റെ പാട്ട്. കൈയടിക്കൂ എല്ലാരും. പുത്തുകുട്ടിയുടെ പാട്ടാണ്. ഏത് പാട്ടാ പാടണേ? അങ്ങുവാനക്കോണിലെ അവിടെ. ഗുഡ് ഗേൾ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പാട്ട് പാടാൻ പോവാണേ. ഞാനല്ല, പൂത്ത് പാടാൻ പോവാ. ഓക്കെ, കഥ കേട്ട് ചൂടിൽ ഉറങ്ങി തളരാതെ ഓമൻ ചിരിയോടെ കൊഞ്ചി കളിയോടെ വളരെ വളരെ. മാമുണ്ണാണോ? ഇഷ്ടായോ? എന്താ ഏറ്റവും ഇഷ്ടം അവന് കഴിക്കാൻ? സാമ്പാറാ ഇഷ്ടം കുട്ടിക്ക്?
അപ്പൊ അവരിനി മാമുണ്ണട്ടെ, ഞങ്ങളും ഇനി മാമുണ്ണാൻ പോവാണ്. ഇത്തിരി തരുവോ? ഒരു വായ തരുവോ? ആ തരൂ. നല്ല ടേസ്റ്റ്. ഇതെന്താ ഇത്? ചിക്കനാണോ? ചിക്കനാ? ആൻജുവിന് ഏറ്റവും ഇഷ്ടം എന്താ? ചിക്കനാ? ചിക്കൻ. ഞാനും കഴിച്ചോട്ടെ? ചോറ് തരാൻ പറയൂ എനിക്ക്. ആ ചോറ് തരണേ എനിക്ക്. ഞാൻ പോയി മാമുണ്ണുണ്ട് കേട്ടോ. ഓക്കെ. ഇനി എന്താ വേണ്ടേ? ചോറ് വേണോ? ആ ചോറ് വേണോ? ആ ഞാൻ കഴിക്കാം. മോനിത്തിരി ചോറ് തരട്ടെ? ആ അപ്പൊ ഇനി ഞാനും കഴിക്കട്ടെ ഇവരുടെ കൂടെ. ഗുഡ് ബോയ്. സാധുണ്ടോ? ഇനിയാണോ? വേണ്ട. അവിടെ ഒരു പഞ്ചഗുസ്തി ചാമ്പ്യൻ അവിടെ നിന്ന് പഞ്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ടൊരു പഞ്ച് പിടിച്ചു നോക്കട്ടെ. അരെ സോണിയ, എന്താണ് പേര്? കൃഷ്ണരാജ്. എവിടെയാ വീട്? തൃശ്ശൂർ എവിടെയാ? ചന്ദ്രപ്പിന്നി. ഈ മാഷാണോ അതൊക്കെ പഠിപ്പിച്ചേരണേ? അപ്പൊ ഇനി ഞങ്ങൾ പഞ്ച് പിടിക്കാൻ പോവാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിൽ വേറൊരു സോണിയ ഉണ്ട്. ആ സോണിയ ഇറക്കട്ടെ. ഏ സോണിയ, അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിൽ പഞ്ച് പിടിക്കട്ടെ കേട്ടോ. റെഡി അല്ലേ? ഒരു ഷേക്കൻഡ് ഒക്കെ കൊടുത്തോളൂ. നമുക്ക് പഞ്ച പിടിക്കാം. മിക്കതും ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് ഞങ്ങൾ തോൽക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവൻ ഇപ്പുറത്ത് നിൽക്കട്ടെ. എനിക്ക് പിൻബലവും ഉണ്ട് മുൻബലവും ഉണ്ട്. ഞങ്ങളില്ല കേട്ടോ, ഒറ്റയ്ക്ക് ബലപ്പെടുത്തേണ്ടി വരും. ശരി, ഇത് പഴയത്, ഇത് പുതിയത്. അങ്ങനെ കൃഷ്ണരാജും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചാമ്പ്യനും തമ്മിലുള്ള മത്സരമാണ് മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിൻ. ഓക്കെ, കൈയടിക്കൂ. ശരി, ഇതിൽ കൃഷ്ണരാജ് ജയിക്കുന്ന പറയുന്നവരൊന്ന് കൈവന്തിക്കൂ. ഞങ്ങള് പൂമ്പാറ്റ. അതല്ല, ഇത് കണ്ട ടീമും കൈബന്ധിച്ചു. കൃഷ്ണരാജ് ജയിക്കുന്നില്ലേ? ഓ പിന്നെ നോക്കാം നമുക്ക്. ശരി, കൃഷ്ണരാജ് വേഴ്സസ് പ്രായമായല്ലോ അല്ലേ? ഇന്ന് ഇരിക്കട്ടെ, ഇരുത്തം വന്ന കലാകാരനെന്ന് മനസ്സിലാവട്ടെ. ശരി, ഓക്കെ. കൃഷ്ണരാജ് റെഡിയാണ്. കൃഷ്ണരാജ് ആൻഡ് ബിനീഷ് ബാസ്റ്റിൻ അപ്പ് 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 അപ്പോ ഹാപ്പി എൻഡിംഗ് ആണ് ഇന്നത്തെ ദിവസം. കുറെ ചിരിച്ച മുഖങ്ങളെ കാണാൻ പറ്റിട്ടോ. സോ മച്ച് ഹാപ്പി. അച്ഛന്മാരുടെയും അമ്മമാരുടെയും അതിലുപരി മക്കളുടെയും മുഖത്തുള്ള ആ ഒരു ചിരി കണ്ടോ? ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഇനിയും കുറെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും ഞാൻ. നമ്മുടെ ടീം അനൂപേട്ടനും ടീമിനും ഒരു വലിയ താങ്ക് യു കൂടെ പറയാണ്. അറ്റ് ദ സെയിം ടൈം ഇത്തരത്തിലുള്ള മക്കളുള്ളവർ ശരിക്കും എന്താ പറയുക, ഭയങ്കര ബ്ലസ്ഡ് ആണ്. കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള മക്കളാണ് ദൈവത്തിന്റെ മാലാഖകൾ എന്ന് പറയണേ. മാലാഖ കുട്ടികളെയാണ് നമ്മളിന്ന് കണ്ടേ. സോ ഇതുപോലെ തന്നെ അവരെയും എല്ലാ കാര്യത്തിലും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം. ഒരുപാട് മക്കൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ്. അടുത്ത ട്രിപ്പിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവര്.
നമ്മുടെ ടീം തൃശ്ശൂർന്ന് വന്നതാണ്. ഇവര് ലൈക് നോർമൽ എന്താ പറയാ, എവിടുന്നാ വരണേ? പാലക്കാട് നിന്ന് വരിക. പിന്നെ വരാമെന്ന് പറയൂ. എൻജോയ് എന്റെ അമ്മ അടിച്ചു വിളിക്കാം എൻജോയ് ചെയ്യാനൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇഷ്ടായോ? ഇവരെ നമ്മൾ എങ്ങനെയാ റിസീവ് ചെയ്തേ? ഓക്കെ, ഇഷ്ടായോ? എങ്ങനെയാ റിസീവ് ചെയ്തേ അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ കൊണ്ടാക്കാൻ പോവാണ്. പോവാന്നാ? എനിക്കില്ലേ കേറിക്കോളൂ. ഞാൻ ഇനി തൃശ്ശൂര് പോണ്ടി വരുമോ? എന്നാ ശരി. ഹലോ ഗൈസ്, ഞാൻ പോവട്ടോ, എന്റെ അടുത്ത് കയറാൻ. ബാ, ഞാൻ പോവട്ടോ. അച്ഛനോടും അമ്മോടും ഒന്ന് പറയണേ ഞാൻ പോയിന്ന്. സത്യത്തിൽ നാളെ എറണാകുളത്ത് പരിപാടി ഉണ്ടായിരുന്നതാ. പക്ഷെ ഒരാൾ എന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ എന്നെ മയക്കി. എന്തൊക്കെയാ പറഞ്ഞേ? തൃശ്ശൂര് പോയിട്ട് ചേച്ചിക്ക് ഭക്ഷണം എല്ലാം കൊടുക്കും, നല്ല ഫുഡൊക്കെ മേടിച്ചു തരും. ചിക്കൻ മീന്, മുട്ട ഓംലെറ്റ്. ഇനി അപ്പം എന്റെ അടുത്ത് എറണാകുളത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ തൃശ്ശൂർക്ക് തന്നെ ഇവരുടെ കൂടെ പോവാനാ പറഞ്ഞിട്ടുള്ളത്. എന്നാ വണ്ടി പോട്ടെ. റൈറ്റ് ടു തൃശ്ശൂർ. പ്രോഗ്രാം കാണാറുണ്ട്, നന്നായി വരട്ടെ. താങ്ക് യു. സർവേഷനോട് പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, അപ്പൊ ഈ വണ്ടി പോട്ടെ. റൈറ്റ് ടു തൃശ്ശൂർ. അപ്പൊ താങ്ക് യു സോ മച്ച് പെപ്പിൻ ചേട്ടാ. ബൈ എല്ലാവരോടും താങ്ക് യു. എല്ലാവരും ലക്ഷ്മിക്ക് താങ്ക് യു. ശരി കേട്ടോ, എല്ലാവരോടും താങ്ക് യു.